തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവരേത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു BJP സർക്കാർ അല്ലെങ്കിൽ BJP ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലുണ്ടാവണം. തിലകമണിയും എന്നാ ഞാൻ പറഞ്ഞത്. തിലകം ചാർത്തും എന്ന് പറഞ്ഞില്ല, അത് നമ്മളല്ല. തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ്. ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ അത്യാവശ്യം ഉണ്ടാവേണ്ടത്. ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയിലെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നില്ല. ഇതൊന്നും ഒരു കാരണമാക്കരുത്, പക്ഷെ ഇതൊരു പാഠമാക്കണം. കേരളത്തില് ഞാൻ പറയില്ല എന്നാ ഞാൻ പറഞ്ഞു. അത് പറയേണ്ട ആൾക്കാരുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു. പക്ഷെ ഫലവത്തായി അത് ഫലത്തിൽ വന്നെങ്കിൽ അതിൻ്റെ ലഭ്യതകളുണ്ട്. നമുക്ക് എന്താണോ ജനങ്ങൾ വെറുത്തത് അതിനൊരു മറുരചന നമ്മൾ എന്താണ് നടത്തുന്നത്, അതാണ്. ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും. എന്ത് മനസ്സിലായി?